പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാമോ? ഓക്കെ, രണ്ട് കൈയിൽ ഫ്രണ്ടിലോട്ട് വയ്ക്കാമോ? ഇഷ്ടമുള്ള ഒരു കൈ സെലക്ട് ചെയ്യാമോ? റൈറ്റില്. അപ്പൊ ലെഫ്റ്റ് കൈ താക്കോ, ഓഡിയൻസിന് ഫേസ് നിൽക്കാമോ? കുറച്ചുകൂടെ സെന്ററിലോട്ട് വരാമോ? ഓക്കെ, ഒന്ന് കണ്ണടയ്ക്കാമോ? ഓക്കെ, മൈൻഡ് ഫുൾ ഒന്ന് റിലാക്സ് ചെയ്തോണേ, കംപ്ലീറ്റ് ഒന്ന് റിലാക്സ് ചെയ്തോണേ. ചേച്ചി വലിയൊരു പൂന്തോട്ടത്തിനകത്ത് കണ്ണടച്ചോ, ഞാൻ പറയുന്നവരെ കണ്ണ് തുറക്കല്ലേ, റിലാക്സ് ആയിക്കോണേ. കുഴപ്പമില്ല. വലിയൊരു പൂന്തോട്ടത്തിന്റെ അകത്ത് കയറുന്നതായിട്ടൊന്ന് സങ്കല്പിക്കാമോ? വലിയൊരു പൂന്തോട്ടത്തിന്റെ അകത്ത് കയറുന്നതായിട്ടൊന്ന് സങ്കല്പിക്കാമോ? ഓക്കെ, 3000 മുകളിൽ പൂക്കളുള്ള ഒരു പൂന്തോട്ടത്തിനകത്ത് കയറുന്നതായിട്ടൊന്ന് സങ്കല്പിക്കാമോ? ഓക്കെ, അതിന്റെ അകത്തൂടെ നടക്കുന്നതായിട്ടൊന്ന് സങ്കല്പിക്കാമോ? ഓക്കെ, ആ 3000 പൂക്കളിനിടയിൽ ഇഷ്ടമുള്ള ഒരു പൂ പറിക്കുന്നതായിട്ടൊന്ന് സങ്കല്പിക്കാമോ? ഓക്കെ, ഇഷ്ടമുള്ള ഒരു പൂ പറിക്കുന്നതായിട്ടൊന്ന് സങ്കല്പിക്കുക. ഓക്കെ, മൈൻഡ് കംപ്ലീറ്റ് ഒന്ന് റിലാക്സ് ആയിക്കോണേ, മൈൻഡ് കംപ്ലീറ്റ്ലി ഒന്ന് റിലാക്സ് ആയിക്കോണേ. ഓക്കെ, ആ പൂ ഇപ്പൊ കയ്യിലുണ്ട് എന്ന് സങ്കല്പിക്കാമോ? ഓക്കെ, ആ പൂവിന്റെ ഓരോ ഇതളുകൾ പറിക്കുന്നതായിട്ടൊന്ന് സങ്കല്പിക്കാമോ? ഓക്കെ, ഇപ്പൊ ഇതളുകൾ കയ്യിലുണ്ട്. നല്ല രീതിയിൽ ഇമാജിൻ ചെയ്ത് ആ ഇതളുകൾ ഓരോന്നായിട്ടൊന്ന് പറിക്കാമോ? ഓക്കെ, ഇപ്പൊ ഇതളുകൾ കയ്യിലുണ്ട്. ഇനി ഒന്ന് കണ്ണു തുറക്കാമോ? ഇതൾ ആ കയ്യിലുണ്ട്. ഇനി നല്ല രീതിയിൽ ആ ഇതള് 2 കൈ വെച്ചൊന്ന് റബ്ബ് ചെയ്യാമോ? ഓക്കെ, നല്ല രീതിയിൽ ഇമാജിൻ ചെയ്ത് റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചേച്ചി പറിച്ച ആ പൂവിന്റെ മണം കയ്യിൽ കിട്ടും. ഒന്ന് കൈ ഒന്ന് സ്പെല്ല് ചെയ്ത് നോക്കിയാൽ ആ പറിച്ച പൂവിന്റെ മണം കിട്ടും. ഏത് പൂവാണ് പറിച്ചത്? റോസാണ് പറിച്ചത്. ഇവിടെ റോസൊന്നും കയ്യിലില്ലല്ലോ. ഇതെന്താ നടന്നതെന്നറിയാം? നമ്മൾ ഇമാജിൻ ചെയ്ത് ഒരു കാര്യം ചെയ്തെങ്കിൽ അത് നടക്കും. ഓക്കെ, ചേച്ചിക്ക് നല്ല ഇമാജിനേഷൻ പവറാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്തെങ്കിലും ചോദിക്കും, ഹിപ്നോട്ടിസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഈ ചെയ്തതാണ് ഹിപ്നോട്ടിസം. ചേച്ചി ഹിപ്നോട്ടിസം ചെയ്ത് ചേച്ചിയുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഈ ചേച്ചിയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നടന്നത്. ഇപ്പൊ ചേച്ചി വേറെ ഏതെങ്കിലും ഒരു പൂവാണ് പറിച്ചെങ്കിൽ ആ പൂവിന്റെ മണം കിട്ടോളായിരുന്നു. ഓക്കെ, പോയിട്ട്